അടുത്തതായി വേദിയിൽ ലഘുനാടകം വട്ടക്കൂച്ചും. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ പന്തലിൽ ചെന്ന ബെഞ്ചും മേശി മാത്രമുള്ളൂ, ആരും വന്നിട്ടില്ലേ? ഒക്കെ വരുമ്പ വെച്ച് കറഞ്ഞിട്ട് കുറച്ച് കുഴമ്പും തേച്ച് മരപ്പടി ഇങ്ങനെ കുത്തിക്കരുത്. അപ്പണ്ടൊരു ബാല്യക്കാലത്ത് പെൺകുങ്ങൾ കഴിഞ്ഞില്ലേ, വന്ന പാടോടൊരു പ്രസവം. അല്ല പ്രസംഗം. താത്തമാരും കാക്കമാർക്ക് അക്ഷരം പഠിച്ചണം. സാസര കേരളം, സുന്ദര കേരളം. പിന്നെന്തൊക്കെയോ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞു. ഓള് പറഞ്ഞൊന്നും കുറ്റം കിട്ടിയിട്ടില്ല. അസ്സലാമലൈക്കുന്നോ? സ്കൂളിൽ വരുമ്പോ എന്താ പറയാ? പിന്നെ എന്താ അറിയാ? അതൊക്കെ അറിയണെങ്കിലേ എന്നും സ്കൂളിൽ വരണം. കേക്കണോ? സ്കൂളിൽ വരാൻ പറ്റില്ല. എന്തേ കാരണം? കാരണം എന്താ? ഒരു പറ്റുന്നു വെച്ചാല് വല്ല പമ്പൊന്ന് ചീറ്റണ മാതിരിയാ. എന്നിട്ട് എന്തേ ചെയ്തു? എന്ത് ചെയ്യാനാ? ആ സുഖന്റെ അടുത്ത് പോയി. ജല്ലാതെ ആ സുഖന്റെ അടുത്തേക്ക് പോവോ? ഓളെന്താ സാധനം? തലവേദനക്കും വായിച്ചു നോക്കിയ കോളൊക്കെ ഒറ്റ മരുന്ന. നേരത്ത് പുൽക്കൊടി ആയതെന്ന് പറഞ്ഞ മാതിരി ഞാൻ ഇങ്ങനെ താളം വെച്ച ആ കോളേജിൽ പോയി. എന്നിട്ടിപ്പോ പേരുണ്ടോ? കുറച്ചൊക്കെ പേരുണ്ട്. അല്ല ചേട്ടൻ പറഞ്ഞില്ലല്ലോ ഇവിടെ. ഏത് വരുമ്പോ എന്താ പറയാ? ലൊട്ട് മോർണിംഗ്. അമ്മാതിരി മോർണിംഗ് ഒന്നും മറിഞ്ഞ കൊണ്ട് കഴിച്ചില്ല. അതൊക്കെ പറയണെങ്കിലേ നാളെ നിറച്ച് പല്ലാണ്. എന്താ പറഞ്ഞ കഥ? ഇച്ചിങ്ങനെ നാടും കൂട്ടി മുറുക്ക. ഞാൻ തൊള്ളക്ക് നോക്കി കുത്തിരിക്കേ മുറുക്കിക്കോ. എന്നാ കുറച്ച് വെച്ചിലിയും അടച്ചിയും പോയി ഇങ്ങോട്ട് കാട്ടിക്ക. മുറിയിലെങ്കിലും മാറി. പിന്നെ എന്നൊക്കെ എന്താ തൊള്ളച്ച് കുറച്ച് കാട്ടിക്ക. അത് പാട്ടല്ല, പദ്യം പദ്യം. അതീന്റെ അതടിച്ച കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ. അല്ല എന്താ ആരെയും കാണാത്തത്? ടീച്ചർസിനെ കാണാനല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ ടീച്ചേഴ്സിന്റെ കഥ? ഓർക്കാണെങ്കിൽ സ്ഥലല്ല. ഓളെ ടീച്ചറാക്കി ഗവൺമെന്റിന് പോലുമില്ല. അല്ല അതിന്റെ അടിച്ചു കൊടുക്കട്ടെ. എന്റെ പേരക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ വല്ലതും ശരിയായോ? വേണ്ടെന്ന് വെച്ചിട്ട് ഒരു കുട്ടിനെ കണ്ടിട്ട് നിശ്ചയിക്കാതെ വിളിച്ചു. അല്ല ഏതാ കുട്ടി? എവിടുന്ന? അത് കെട്ടിക്കൊടുക്കുന്ന? അല്ല അല്ല
സ്ഥലത്ത് ഏത് സ്ഥലത്ത്? ഈ ബസ്സൊക്കെ അങ്ങനെ വന്നിപ്പോയി. ആ ബസ് സ്റ്റോപ്പ് അവിടെ തന്നെ. അപ്പണ്ട് പറഞ്ഞ പുഗ്ഗൻ പയം വേറൊരു കാത്തു. ഇങ്ങനെയാണെങ്കിൽ നിശ്ചയിച്ചാ നിശ്ചയിച്ചത്, നിശ്ചയിക്കട്ടാ നിശ്ചയിക്കണം. അല്ല, ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് കുത്തിരിക്ക, അല്ലാതെ പഠിപ്പൊന്നും ഉണ്ടാകൂലേ? കുറച്ച് ജീവത്തെ പോക്കിരിക്കാക്ക പോക്കിരിക്കാക്ക പറയണ്ട. അന്റെ മാപ്പിളത്താസാധനം വെറുതെ കൂട്ടുന്നു പോക്കിരിക്കാക്കാണ് പറഞ്ഞ പനക്കൊരു മഴയിൽ മര്യാദക്ക് നാമ്പടി കുത്തരുന്നു. പിന്നെ അമ്മാന്റെ വർത്തനം പറഞ്ഞ കുഞ്ഞാത്ത് കോലന്മാരെ കുഞ്ഞാമിനെ ചേരും മാറും. തുടങ്ങി രണ്ടാളും സ്കൂളിൽ വന്ന അപ്പ തുടങ്ങി. കൂട്ടരെ നിങ്ങളൊന്ന് സബൂറാക്കി. അല്ല ജാത്തോ, നമ്മളിവിടെ എത്ര നേരായി പല വാക്കോ തർക്കോ ഉണ്ടായോ? ഈ ഒലോലെ മുസീബത്ത് വന്നപ്പോഴാ നാളെ തീപിടിച്ചു. എന്തായാലും വിളിച്ചതാണ്. ഓ പിന്നെ എപ്പോഴൊന്ന് സമ്മാനായ തമ്പുരാനെ, ഇവിടെ ഒക്കെ കുത്തും പോലെ നടക്കുമല്ലോ. കൂട്ടരെ നിങ്ങളൊന്ന് അടങ്ങി. ചവടി കുത്തുന്നു. രണ്ടാളും ഓരോരുത്തർ കുത്തിരിക്കണ്ട. വല്ല ദിക്റോ സ്വലാത്തോ ചൊല്ലിക്കോളി. ഇതൊക്കെ കുരില്ലാത്ത ചക്കക്ക് ഓർക്കളക്കണ മാറ്റിയായി. ടീച്ചർക്ക് ഇല്ല, പഠിപ്പില്ല. ഇതും കൂടി വന്നപ്പോ ബെഞ്ചിന്റെ കാലോല നാലെണ്ണായി. ഓണാക്കല്ലേ ഇപ്പൊ അങ്ങോട്ട് അടങ്ങിയിട്ടുള്ളൂ. എന്തേ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. യാസീനോദി കുത്തിക്കാണ്. അല്ല, ആ കുന്ത്രാണ്ടം കൊടുത്തോ? ഏത് കുന്ത്രാണ്ടം? നാളെ ടീച്ചർക്ക് പറഞ്ഞത് ഞമ്മളൊക്കെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചു. അതെടുത്ത് തരുന്നേ പറയാനല്ലെങ്കിൽ ഉണ്ടാതെ കൂടെ. കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടർ. നിങ്ങൾ രണ്ടാൾ പറഞ്ഞത് തെറ്റാ. ഓ ചെറു പഠിപ്പാറ്റിന്റെ പറഞ്ഞ റബ്ബേ, ഇബ്ലീസ് പിന്നെ ഇറങ്ങിയല്ലോ. കൂട്ടരെ നിങ്ങളൊന്ന് അടങ്ങി. ഞാനൊരു കാര്യം പറയാം. കയറും വേണ്ട, ഷെറും വേണ്ട. ഞമ്മക്ക് കൂടി ഒപ്പനപ്പാട്ടുണ്ട്. അത് ശരിയാ. ഏതായാലും ടീച്ചർക്ക് വരുമ്പവൻ പാട്ടല്ല, ഏത് പാട്ടാ പാടുക? മുത്തുനബിന്റെ സ്വർഗ കല്യാണ പാട്ടായാലോ? ഞാൻ തുടങ്ങി കാണി. കല്യാണം സ്വർഗീയ പൂങ്കോപ്പിലാടും ആസിയ ഓടിപ്പാടി ഞാൻ കളിച്ചില്ല. ഓടിപ്പാടില്ല, കാളി പോത്തും